Hi guys, welcome back to our YouTube channel. അപ്പോൾ guys, നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. ദീദിന്റെ പരിപാടിയല്ല, ഇന്ന് അവന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാം. ആരതായിരുന്നു പറയും. ആരതാ അന്ന് ആരെ പരിപാടി? നീ അവന്റെ ഈ ആരതൊക്കെ പരിപാടി പറഞ്ഞു കഴിഞ്ഞ് ദീദിന്റെ പരിപാടി അവന്റെ പരിപാടി ലാസ്റ്റ് പരിപാടിയാണ്. അപ്പൊ അവൻ്റെത് അതാണ് ഉദ്ദേശിച്ചേ. അതാണ് ഗൈസ് വിരുന്നാര് വന്നതാണ്. ഇന്ന് ദീദിന്റെ പുതിയ ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് മോനൂസ ബാക്കിയുള്ളവരുണ്ട്. ഓരൊക്കെ ഇപ്പൊ വരും, ഓരൊക്കെ ബില്ലെടുക്കാൻ വേണ്ട. അപ്പൊ ഇന്ന് അവന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ഐസിന്റെ ഓരോ ലവ് ഒക്കെ എടുത്ത് തിന്നത്. ഇതൊക്കെയാ മോന്റെ കയ്യില് ഓരോ നോമ്പിന് എന്തൊക്കെ എടുത്ത് തിന്നുണ്ട്. അല്ല നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. എനിക്ക് മിക്കും മിലും തന്നതാ. നിങ്ങളെ നാട്ടിൽ മിക്കും മിലും ഇല്ലല്ലോ. എനിക്ക് മിക്കും മിലും തന്നതാ. ഒരമ്മ അങ്ങോട്ട് വിടൂല. അതുകൊണ്ട് നിങ്ങൾ വേഗം എണീച്ച് വരണം. എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം തരും. നമ്മുടെ നാട്ടിലെ മിക്കും മിലും നമ്മുടെ നാട്ടിലും മില്ല കഴിച്ചു. ഓക്കെ, ആറ് വീട്ടിലും ഇല്ല. അതെന്താ ഉദ്ദേശിച്ചത്? എന്താണ്? എന്റെ ഫ്രണ്ട്സാണ് മിക്കും മിലും. ഓരപ്പം എനിക്ക് എല്ലാം എന്റെ റോട്ടുമ്മൽ കൂടെ കളിക്കുന്ന ആൾക്കാരാണത്. ശ്രേയുണ്ട്, ലച്ചുണ്ട്, മിക്കും മിലും ഉണ്ട്, പിന്നെ അഫീദുണ്ട്, ഓരൊക്കെ സെജിനുണ്ട്. ഓരൊക്കെ എന്റെ കൂടെ റോട്ടുമ്മൽ ഇങ്ങനെ കളിക്കുന്ന ആൾക്കാരാണ്. ജൂണായ ഭയം ഉണ്ടാവില്ല. അപ്പൊ ആർക്കും മുറ്റത്തൊഴില്ല. അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓ, അതാണ് ഓൾ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ കൂടെ നടക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കില്ല ഗൈസ്, നിങ്ങൾക്കില്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇല്ല ഗൈസ്, അവരുടെ കൂട്ടുകാർ നിങ്ങൾക്ക് ഇല്ല, ഉണ്ടാവൂല. ഇതൊക്കെ മാത്രം ഉണ്ടാവുന്ന കഴിവാ അല്ലേ? എനിക്ക് മാത്രം ഉണ്ടാവുന്ന കഴിവ്. 5 മണിയായി എല്ലാരും ദീദിയെ പരിപാടിക്ക് എന്തെടുത്തതാണ്. പിന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹായിച്ചാൽ മതി. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ കഴിക്കാം. അവിടെ മന്തി ആയിരുന്നു, ബിരിയാണി മന്തി. അങ്ങനെ ബിരിയാണി മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഒരു പാർക്ക് കയറി കളിച്ച്. അത് കഴിഞ്ഞിട്ട് എബി ഉണ്ടായി, ഫനു ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫനുവിൻ്റെ അനിയൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് അതെ ഞാൻ പറയുന്നത്. ദീദി എൻഗേജ്മെന്റ് ഇനി അപ്പൊ കൊറേ ഗിഫ്റ്റ് ഇങ്ങനെ കഴിച്ചെന്നില്ലേ? പിസ്ത ഉണ്ട്, ബദാം ഉണ്ട്, അതിൽ ചെറിയ ഗിഫ്റ്റും വലിയ ഗിഫ്റ്റ് കഴിച്ചെന്നില്ലേ? മിഠായി പെട്ടികളും ചെറിയ പിസ്തകളും വലുത് അങ്ങനെയൊക്കെ കൊറേ സാധനം ചെയ്ത് കല്യാണത്തിന്റെ. അങ്ങനെ നമ്മളെ ഐസിനും ഞാനും ഇങ്ങോട്ട് അങ്ങോട്ട് ഓടി കളിച്ചു. അപ്പൊ ഫനുണ്ട് ഫോൺ കളിച്ചു. അപ്പൊ നമ്മൾ അത് കണ്ടു. അപ്പൊ കൊറേ കഴിഞ്ഞപ്പോ നമ്മളെ കുറച്ച് വെള്ളം പായസമൊക്കെ കുടിച്ച് നമ്മളെ കൈ നാളെ പോയി പുറത്ത് നിന്നൊരു ദീദിന്റെ വയ്യാലെ നടന്ന്. എന്താ ഞാൻ ദീദിന്റെ കൂടെ എപ്പോഴും ഫോട്ടോ എടുക്കണമെന്ന് അറിയാം. ഒരു ദിവസം എല്ലാരും ഫോട്ടോ എടുത്ത് 2 പ്രാവശ്യം ഓരോക്കെ ഫോട്ടോ എടുത്ത് ഇന്നെ കൂട്ടാതെ ഫോട്ടോ എടുത്ത് ഒരു വേറൊരു കല്യാണത്തിന്. അന്നവിടെ ഒഴിവാക്കിയോര് പോയിട്ടിങ് പാവോ അന്റെ കൂട്ടാണ്ട് ഫോട്ടോ എടുത്തില്ലേ? രീതിനെ മിട്ടണ്ട, തെറ്റേക്കോളൂ. ഇനി മിണ്ടണ്ട ഡീൽ. ഇനി ദീദി ഫോട്ടോ എടുക്കുമ്പോ ഒക്കത്തിൽ ഇവിടെ കൂടെ വേണം. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായല്ലോ ചോദിച്ചേക്കോ. മനസ്സിലായല്ലോ. ദീദിക്ക് ഇന്നെ അടി കിട്ടും. വീഡിയോഗ്രാഫി ഞാനും കൂടെ ചെയ്യുന്നുണ്ട്. എനിക്കും ഇഷ്ടമാണ് വീഡിയോഗ്രാഫി ചെയ്യാൻ. ഞാൻ ഒരു ദിവസം പാർക്ക് ചെയ്ത് നോക്കിയതാണ് വീഡിയോ. എനിക്ക് ഇഷ്ടമായപ്പോ ഞാൻ കുറെ വീഡിയോ എനിക്ക് വലുതായിട്ട് നോക്കാൻ വേണ്ടി അയച്ചു വെച്ചിരുന്നു. ആ വീഡിയോകൾ ഡിലീറ്റ് ചെയ്താൽ പിന്നെ കാണാൻ കഴിയുന്നില്ല ആ വീഡിയോ. അപ്പോൾ പിന്നെ നമ്മൾ വലുതായ ആ വീഡിയോ പിന്നെയും പറയാനുണ്ടാവും. അപ്പോൾ അത് പറയാൻ കഴിയുന്ന നോക്കിയിട്ടല്ല പറയാൻ നിൽക്കേണ്ടത്. അപ്പൊ അത് പറയാൻ കഴിയാത്തോണ്ടാണ് ഡിലീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങള് നമ്മളെ വീഡിയോ ചാനൽ ഡിലീറ്റ് ആക്കണ്ട. ആരും
ചാനൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല വീഡിയോ നോക്കണമെങ്കിൽ. അതാണ് സ്കിപ്പ് ചെയ്യരുത് പറയും. സ്കിപ്പ് ചെയ്തു. വീഡിയോ മുഴുവൻ കാണണം. വീഡിയോ മുഴുവൻ കാണണം. ഇംഗ്ലീഷ് വാർത്ത പറയട്ടെ. പറഞ്ഞോ. ചമ്പക്ക ആരോ ഒരാള് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. എന്റെ പപ്പക്ക് എവിടുന്നോ മക്കാടമീരിന്റെ അവിടുന്ന് വൈറ്റ് ചമ്പക്ക കൊണ്ടുകൊടുക്കും. അപ്പൊ ഹൈറിന്റെ ഒരു കഥ ഉണ്ടത് കേൾക്കുന്നവരായി കേട്ടോട്ടെ. ഹൈറിന്റെ കഥ. അപ്പോൾ എന്റെ പപ്പ ആ സാധാ ചാമ്പക്ക കൊണ്ടുപോ അതിന്റെ ഉള്ളിൽ കുറെ പുഴുക്കളുണ്ടായിരുന്നു. ആ പുഴുക്കളൊക്കെ പോക്കി നമ്മൾ ആ ചാമ്പക്ക വൃത്തിയാക്കി തിന്നു നോക്കിയപ്പോൾ മറ്റേ പിങ്ക് കളർ ചാമ്പക്ക അതേ ടേസ്റ്റ് വൈറ്റ് കളർ ചാമ്പക്കക്ക്. അപ്പോൾ പപ്പ പറഞ്ഞു അത് എവിടുന്നോ ഒരാള് തന്നു ഞാൻ പെയിന്റ് അടിക്കുമ്പോൾ. അപ്പൊ പപ്പ വേഗം പെയിന്റിന് പോയിക. അപ്പോൾ നമ്മളെ വേഗം വൈറ്റ് ചാമ്പക്കയുടെ ഇംഗ്ലീഷ് പറഞ്ഞ അടി ഉണ്ടാക്കി. ഇംഗ്ലീഷ് എന്നെ പറഞ്ഞപ്പോ നമുക്ക് തലവേദനായിട്ട് മലയാളം പറയാൻ പറ്റി. മലയാളം പറഞ്ഞ അടി ഉണ്ടാക്കി. ഈ ഫിനൂസിനെ കൂടെ തോറ്റു. ഫിനൂസ് ഇങ്ങനെ കത്തി മുറിക്കാൻ പഠിച്ചു. ഫിനൂസ് നമ്മേ ഫിനൂസ് കത്തി മുറിക്കാൻ പഠിച്ച്. ഫിനൂസ് നമ്മേ അല്ലേ? ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് അന്നത്തെ വീഡിയോ ബൈ ബൈ സീ യു ടാറ്റാ. ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ ബൈ ബൈ സീ യു പറയും പോണ്ടേ. ഈ കഥ പറയും മുഴുവനായിട്ട്. മുഴുവൻ കഥ പറയാൻ നിസാമ് കൊടുത്തതായിരിക്കും ചിലപ്പം. ജാമ്പക്ക് നിസാമു കൊടുത്തതായിരിക്കും. ആരെ നിസാമു? നിസാമു പപ്പന്റെ ഫ്രണ്ട് ആയിരിക്കും. ബാക്കി കഥ പിന്നെ നമ്മള് മുറ്റത്തിറങ്ങി കളിച്ചപ്പോ മഴ തപ്പു കളിക്കാന്ന് പറഞ്ഞില്ലായിരുന്നു. മഴ പെയ്യട്ടെ അതിന് കളിക്കാം. പക്ഷെ നമ്മളെ ആ ചാമ്പക്ക തിന്നോക്കിയത് നമ്മൾ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു. ഉപ്പിലിട്ട ചാമ്പക്ക ഉണ്ടായിരുന്നു. അത് നമ്മളെ ഓരോ ദിവസം എല്ലാം എടുത്ത് തിന്നു. പക്ഷെ നമ്മളെ വീട്ടിൽ സോസുകളുണ്ട്. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കലെന്ന് അറിയോ? പത്തിരി ഉണ്ടാക്കലുണ്ട്. സാൻഡ്വിച്ച് ഉണ്ടാക്കി നമ്മൾ സോസ് കൊണ്ട് പത്തിരി സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടാക്കും. സോസാണ് അരിപ്പൊടി ഗൈസ്. സോസ് അരിപ്പൊടിയോ? സോസ് അരിപ്പൊടിയോ നല്ല പണ്ട. സോസ് എന്താണ് ഗൈസ്? നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഒരു വീഡിയോഗ്രാം ചെയ്യുന്നുണ്ട്. മഴയത്ത്